പരീക്ഷകൾക്കും മറ്റു മത്സര പരീക്ഷകൾക്കും കണ്ടുവരുന്ന മറ്റൊരു ചോദ്യമാണ് അല്ലെ വാക്യശുദ്ധി എന്ന് പറയുന്നത്. അപ്പൊ വാക്യശുദ്ധിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം പോലും PSC പരീക്ഷയ്ക്ക് ഇല്ലാതിരുന്നിട്ടില്ല എന്ന് നമുക്കറിയാം. അതില് എന്താണ് വാക്യശുദ്ധി? ഒരു വാക്യത്തിൽ വരുന്ന തെറ്റുകളെ തിരുത്തുക എന്നുള്ളതാണ് വാക്യശുദ്ധി അല്ലെ. അതിൽ പലതരത്തിലുള്ള തെറ്റുകൾ വരാറുണ്ട്. എന്നാൽ റിപ്പീറ്റ് ആയിട്ട് നമ്മൾ കണ്ടുവരുന്നത് ഈ ഒരു തെറ്റാ. ഏതാന്നല്ലേ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന വാചകങ്ങളിൽ ശരിയായത് തെരഞ്ഞെടുത്തെഴുതുക. കൊടുത്തേക്കുന്ന നോക്കി, 2 ആനകൾ ചത്തു, 2 ആന ചത്തു, 2 ആന ചെരിഞ്ഞു, 2 ആനകൾ ചെരിഞ്ഞു. ഈ ഒരു വാക്യം കാണുമ്പോ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരണം, ഇതേത് ദോഷമാണ്? യെസ്, ഇതാണ് സംഖ്യാദോഷമാണ് ഇത് അല്ലെ. അതായത് സംഖ്യാശബ്ദങ്ങൾക്ക് ശേഷം ജീവനില്ലാത്ത വസ്തുക്കളാണെങ്കിൽ അത് എപ്പോഴും ഏകവചനത്തിലും, ജീവനുള്ള വസ്തുക്കളാണെങ്കിൽ അത് ബഹുവചനത്തിലും പറയാം. അങ്ങനെ നോക്കുമ്പോ 2 ആനകൾ ചത്തു എന്ന് പറയുന്നതിൽ നമുക്ക് തെറ്റുണ്ടോ എന്ന് നോക്കാം. പിന്നെ 2 ആന ചത്തു, 2 ആന ചെരിഞ്ഞു, 2 ആനകൾ ചെരിഞ്ഞു. അപ്പൊ എന്തായാലും ജീവനുള്ള വസ്തുക്കളായതുകൊണ്ട് സി എന്തായാലും വരൂല. പിന്നെ 2 ആന ചത്തു എന്നും പറയില്ല. പിന്നെ ചത്തു എന്ന് പറയുന്നത് നമ്മൾ മൃഗങ്ങളുടെ കാര്യത്തിൽ പറയാ കുറവാ അല്ലെ. അപ്പൊ ഇവിടെ എന്തായിരിക്കും ആൻസർ? 2 ആനകൾ ചെരിഞ്ഞു. അപ്പൊ ഓർത്ത് വെക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. സംഖ്യാശബ്ദങ്ങൾക്ക് ശേഷം എപ്പോഴും ജീവനില്ലാത്ത വസ്തുക്കളാണെങ്കിൽ ഏകവചനത്തിലും, ജീവനുള്ള വസ്തുക്കളാണെങ്കിൽ ബഹുവചനത്തിലും പറയാം. അപ്പൊ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടി ഈ ചാനൽ ഫോളോ ചെയ്യൂ.